എല്ലാ പ്രേക്ഷകർക്കും മൈഫിൻ ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. $2.4 ട്രില്യൺ. അടുത്ത കുറച്ച് വർഷങ്ങളായി AI-യിലേക്ക് ബിഗ് ടെക് കമ്പനികൾ നിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന തുകയാണിത്. മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഗൂഗിൾ, മെറ്റ ഈ 4 കമ്പനികൾ മാത്രം ലക്ഷക്കണക്കിന് കോടി രൂപ AI ഡാറ്റാ സെൻറ്റേഴ്സ്, ചിപ്സ്, ക്ലൗഡ് ഇൻഫ്ര എന്നിവയ്ക്കായി ചെലവഴിക്കുകയാണ്. പക്ഷേ ഈ AI റേസിന് മറ്റൊരു വശമുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾ ടൈം ഹൈയിലാണ്. പക്ഷേ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമായി തുടരുന്നു. ഡെലോയിറ്റ് പറയുന്നത് AI-യുടെ യഥാർത്ഥ റിട്ടേൺസ് കാണാൻ വർഷങ്ങളെടുക്കുമെന്നാണ്. ബിഗ് ടെക് AI-യിൽ ഇത്ര ആത്മവിശ്വാസം കാണിക്കുമ്പോൾ നമ്മൾ എന്താണ് കാണാതെ പോകുന്നത്? ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ടെക് ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിളാണോ, അതോ മറ്റൊരു മെഗാ ബബിളാണോ? ഈ $1 ട്രില്യൺ AI റേസിൽ ഇന്ത്യയുടെ IT സെക്ടറിൻ്റെ റോള് എന്തായിരിക്കും? കേരളത്തിലെ IT കമ്പനികൾക്കും AI സ്റ്റാർട്ടപ്സിനും ഇത് വൺസ് ഇൻ എ ജനറേഷൻ ഓപ്പർച്യൂണിറ്റി ആകുമോ? വെൽക്കം ടു ബിസിനസ് ഡയലോഗ്. AI-യിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം, റിട്ടേൺസ് എവിടെ? ആഗോള ടെക് കമ്പനികളുടെ AI ഇൻവെസ്റ്റ്മെന്റ് 2.5 ലക്ഷം കോടി രൂപ കടക്കുമ്പോൾ അതിന്റെ റിട്ടേൺസിനെ കുറിച്ചുള്ള നിക്ഷേപകരുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. AI ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാൾ വലിയ ചെലവാകുമോ AI യൂസേജ് കോസ്റ്റ്? ഇന്ത്യൻ IT കമ്പനികളുടെ AI ഭാവി എങ്ങനെയാകും? കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവും തൊഴിൽ മേഖലയുമെല്ലാം ഈ മാറ്റത്തെ എങ്ങനെ നേരിടും? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് സൈൻറ്റിൻ്റെ ചീഫ് ഗ്രോത്ത് ഓഫീസറായിട്ടുള്ള രാജ്കുമാർ രവീന്ദ്രനാഥൻ സാറാണ്. മറ്റൊരു അതിഥിയായിട്ടുള്ളത് മൈഫിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റ്സ് കൺട്രി ഹെഡായിട്ടുള്ള സൂരജ് M. നായർ. ഗോയിങ് ഫോർവേഡ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് P. അംബിക സാറും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് സൂരജ് സർ, ഇപ്പോൾ AI-യിൽ വളരെ വലിയ രീതിയിൽ ഈ ബിഗ് ടെക് കമ്പനികളെല്ലാം ലാക്സ് ഓഫ് ക്രോർസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇപ്പോൾ ഇതിലേക്ക് AI സെക്ടറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് പ്രകാരമൊക്കെ $700 ബില്യൺ ഒക്കെ ക്വാണ്ടം വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മേജർ ടെക് കമ്പനികളുടെ ഭാഗത്തു നിന്ന് മാത്രം വരുന്നുണ്ട്. ഓവറോൾ ഒരു ഗ്ലോബൽ സ്പെൻഡിങ് നോക്കുകയാണെങ്കിൽ $2.5 ട്രില്യൺ അടുത്തുള്ളൊരു അപ്രോക്സിമേറ്റഡ് ഒരു എമൗണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ബിഗ് ടെക് കമ്പനീസൊക്കെ ഇത്രയും വലിയ രീതിയിൽ ഇത്രയും വലിയ ക്വാണ്ടം ഓഫ് എമൗണ്ട് ഈ AI-യിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ ഇപ്പോഴും ഇൻവെസ്റ്റേഴ്സിനെ വളരെ വലിയ രീതിയിലൊരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് നയിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഗൂഗിളിൻ്റെയൊക്കെ ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട്സ് വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ ഇൻവെസ്റ്റേഴ്സൊക്കെ ചർച്ച ചെയ്തത്, മെറ്റയുടെയും ഇൻവെസ്റ്റേഴ്സൊക്കെ ചർച്ച ചെയ്തത് എങ്ങനെയാണ്, ഏതൊരു രൂപത്തിലാണ് AI-യിലേക്ക് വളരെ വലിയ രീതിയിൽ ഫണ്ടിങ് പോകുന്നത്, എന്നാൽ ആ ഒരു രീതിയിലുള്ള റിട്ടേൺസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു AI ഫണ്ടിങ്ങിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. സോ ഒരു ബിഗ് ടെക് പെർസ്പെക്റ്റീവിൽ നമുക്ക് ഒരു ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ നമുക്കിപ്പോൾ ബാലൻസ് ഷീറ്റിൽ കാണാൻ സാധിക്കാത്ത ഒരു കൈൻഡ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ബിഗ് ടെക്കിൻ്റെ പെർസ്പെക്റ്റീവിൽ അവർ കാണുന്നുണ്ടോ? അതിൽ സ്പെസിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ആൽഫബറ്റിൻ്റെ CEO ആയിട്ടുള്ള ഗൂഗിളിൻ്റെ CEO ആയിട്ടുള്ള സുന്ദർ പിച്ചൈ പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സർക്കംസ്റ്റാൻസസിൽ ഒരു ഓവർ സ്പെൻഡിങ്, ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് AI-യിൽ നടത്തുകയാണെങ്കിൽ ലോങ് ടേമിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ്. അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഫോളോ ചെയ്യാതെ AI-യിലേക്ക് ഓവർ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേമിൽ അത് വളരെ ഒരു പോസിറ്റീവ് ഒരു ടേണർ ഔട്ടിലേക്ക് വഴിവെക്കും എന്നാണ് സുന്ദർ പിച്ചൈ വരെ പറയുന്നത്. സോ നമ്മൾ ഓവറോൾ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാത്ത ഏതെങ്കിലും ഒരു ഫാക്ടർ, നമ്മളിപ്പോൾ കാണാത്ത ഏതെങ്കിലും ഒരു ഫാക്ടർ വളരെ പോസിറ്റീവായിട്ടൊരു ഫ്യൂച്ചർ റോഡ് മാപ്പിൽ ബിഗ് ടെക് AI കമ്പനികൾ ഇപ്പോൾ കാണുന്നുണ്ടോ? സൂരജ് സാർ. ഗുഡ് ഈവനിങ് തോമസ് ആൻഡ് വെൽക്കം രാജ്കുമാർ. ഞാൻ കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ഞാൻ ആൻസർ ചെയ്യാൻ നോക്കാം. ഒരു ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് തോമസ് ഒരു കൺസേൺ ആയിട്ട് ഇവിടെ റേസ് ചെയ്തുകൊണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ ഐ എം വെരി ഷുവർ ദാറ്റ് മിസ്റ്റർ രാജ്കുമാർ ഇസ് വെരി മച്ച് എക്യുപ്ഡ് ഇനഫ് ഓർ ഹി ഹാസ് ഗോട്ട് ദ വിസ്ഡം ടു സേ ദാറ്റ് ക്ലയൻസിനെ ഫേസ് ചെയ്യുന്ന ആളാണ്, റിയൽ ആയിട്ട് ആ ഇൻഡസ്ട്രിയിലുള്ള ആളായതുകൊണ്ട് രാജ്കുമാർ രവീന്ദ്രനാഥിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ അത് അറിയാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ബട്ട് ഹാവിംഗ് സെഡ് ദാറ്റ്, തോമസ് ചോദിച്ച ചോദ്യത്തിന് ഞാനൊരു ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഇറ്റ് ഇസ് ടു ഏർലി ടു ജഡ്ജ്. അതായത് നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും
നമ്മൾ ആലോചിക്കണമെങ്കിൽ ഇറ്റ് നീഡ്സ് ടൈം. ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ മ്യൂട്ടേറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു കാര്യത്തിലും ഒരു എന്താ പറയുക ഒരു ഐഡിയ കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാര്യം വെച്ചാൽ 2028 2029 ഒക്കെ ആവണം. എവിടെ ആയിരിക്കാം ഇവിടെ ഒരു പ്രോഫിറ്റ് പൂൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനികളായിരിക്കാം ഇതിലൊരു പ്രോഫിറ്റും റവന്യൂവും ജനറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഐ തിങ്ക് യു നീഡ് ടു ഗിവ് ഇറ്റ് ടൈം എന്നുള്ളതാണ്. ബട്ട് ഈവൻ നൗ നമ്മളിപ്പോ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ദർ ഹാസ് ബീൻ എ ടോക്ക് ഓഫ് ബൂം ആൻഡ് ബസ്റ്റ്, അല്ലെങ്കിൽ ഒരു ബബിൾ എന്നൊക്കെയുള്ള രീതിയിൽ വിശേഷിപ്പിക്കുന്നത് വളരെ കോമൺ ആണ് എന്നുള്ള. ഈവൻ ചില സമയങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പറയുന്നത് ഇന്ത്യ കുഡ് ബി എ ബെനിഫിഷ്യറി ഓഫ് ആൻ ആന്റി AI ട്രേഡ് എന്നും കൂടെ പറയാറുണ്ട് എന്നുള്ള. നമുക്കൊരു കാര്യം നോക്കാം. ഈ പൊതുവെ ബബിൾ എന്ന് പറയുന്നത്, ഈ ബബിള് അങ്ങനെ ഒരു ബ്രേക്ക് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ബേസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കമ്പനികൾ പൊട്ടുകയും കുറച്ച് കമ്പനികൾ രക്ഷപ്പെട്ട് വലിയ രീതിയിൽ വളരും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് എന്നുള്ള. നമുക്ക് പല എക്സാമ്പിൾസും നമുക്ക് നോക്കാം. ഇപ്പൊ 1846 ബ്രിട്ടനിൽ എനിക്ക് തോന്നുന്നു 9500 മൈൽസ് ഓഫ് റെയിൽ ട്രാക്ക് ഇട്ടിട്ട് അതിന്റെ 1/3 മാത്രമേ അവര് കൺസ്ട്രക്ട് ചെയ്തുള്ളൂ. കാര്യം അതിനുള്ള പെർമിറ്റ് ഉണ്ടായിരുന്നു ഏതാണ്ട് 9500 മൈൽസ് ഓഫ് ട്രാക്കിന്. ബട്ട് ഈവൻ ദെൻ അതിൽ 2/3 ഉണ്ടാക്കിയിട്ട് തന്നെ ഇല്ല എന്നുള്ളതാണ്. അതായത് ഓവർ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്നും ഒരു ഇഷ്യൂ ആയിരുന്നു എന്നുള്ള. നമുക്കറിയാലോ ഈ ടെലികോം 2000 ടെലികോമില് ഓരോ കമ്പനികളും ഉണ്ടാക്കിയിരുന്നത് മൈൽസ് ആൻഡ് മൈൽസ് ഓഫ് ഓപ്റ്റിക് ഫൈബറിന്റെ ആ ഒരു നെറ്റ്വർക്ക് ലൈൻസ് ആണ്. എന്നിട്ട് അതിന്റെ യൂസേജ് എത്രയാണ്? ശരിക്കും പറഞ്ഞാൽ 3% താഴെ കപ്പാസിറ്റി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. 97% കപ്പാസിറ്റി അൺയൂട്ടിലൈസ്ഡ് ആയിരുന്നു. ബട്ട് നമുക്കറിയാലോ കുറെ കമ്പനികൾ ആ ഒരു ബൂമിൽ ഒരുപാട് പൊട്ടിപ്പോയി. ചില കമ്പനികൾ സർവൈവ് ചെയ്തു. നമുക്കറിയാം ഈ പറയുന്ന പോലെ എന്താ പറയാ ഈ .com ബബിളിൽ തന്നെ ഈ pets.com അല്ലെങ്കിൽ ഗ്ലോബൽ ക്രോസിംഗ് പോലുള്ള കമ്പനീസ് ഒക്കെ ക്ലോസ് ചെയ്ത് പോയപ്പോ നമുക്കറിയാലോ സിസ്കോ അല്ലെങ്കിൽ ആൽഫബെറ്റ് അല്ലെങ്കിൽ ആമസോൺ പോലുള്ള കമ്പനിയൊക്കെ സർവൈവ് ചെയ്താണ് പോയത് എന്നുള്ള. പിന്നെ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഏതാണ്ട് 2008 വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ബെയർ സ്റ്റേൺസും ലെയ്മൻ ബ്രദേഴ്സും പൊട്ടി. എന്നാൽ മോർഗൻ സ്റ്റാൻലി, ഗോൾഡ്മൻ സാക്സ് അല്ലെങ്കിൽ JP മോർഗൻ പൊട്ടിയില്ല എന്നുള്ള. സോ എവറി ബബിൾ അതിന്റെ അനാറ്റമി എന്ന് വെച്ചാൽ സംബഡി വിൽ ബി ബെനിഫിറ്റഡ് ആൻഡ് സം വൺ വിൽ ഗോ ബസ്റ്റ് എന്നുള്ള. അപ്പൊ ഇവിടെയും നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെ കമ്പനികളായിരിക്കും അല്ലെങ്കിൽ എവിടെയൊക്കെ ആയിരിക്കും ആ റവന്യൂ പൂൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് പൂള് ഇല്ലാതെ വരുന്നത്. അങ്ങനത്തെ കമ്പനി പൊട്ടുകയും എന്നാൽ ചില കമ്പനികൾ ഒരു ബാരിയർ ഓഫ് എൻട്രി അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കി അത് മുന്നോട്ട് പോകുന്ന കമ്പനീസ് രക്ഷപ്പെട്ടും പോവും എന്നുള്ളതാണ്. അതായത് രണ്ട് രീതിയിലായിരിക്കാം ഒരു പക്ഷേ ബബിള് വരുന്നത്. ഒന്ന്, കോസ്റ്റ് ഓവർ റൺ ആവുക റവന്യൂവിനെക്കാട്ടിലും, അല്ലെങ്കിൽ റവന്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് ഇടുന്നതിനത്രം വരുന്നില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കാം പല കമ്പനീസിന്റെയും ഭാവി നിശ്ചയിക്കുക. ചിലത് രക്ഷപ്പെട്ടു പോകും, ചിലത് പൊട്ടും എന്നുള്ളത്. ബട്ട് ഈവൻ ദെൻ ഒരു കാര്യം ശരിയാണ്, ദർ ഇസ് എ സ്ട്രോങ് ആർഗ്യുമെന്റ്. വലിയ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിസ്റ്റുകൾ ആയിട്ടുള്ള റേ ഡാലിയോ അല്ലെങ്കിൽ വാല്യുവേഷന്റെ ബുക്ക് എഴുതിയ അശ്വത് ദാമോദരൻ ഇവരൊക്കെ പറയുന്ന അല്ലെങ്കിൽ ജെഫ് ബോസോസും പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് AI ഇൻവെസ്റ്റ്മെന്റ്സിന് അനുസരിച്ചുള്ള റിട്ടേൺ കിട്ടുന്നില്ല എന്നും. ബട്ട് ഈവൻ ദെൻ എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ടു ഏർലി ടു കമന്റ്. നമുക്ക് ഇത് എങ്ങനെയാണ് മ്യൂട്ടേറ്റ് ചെയ്ത് ഇത് ട്രാൻസ്ഫോം ചെയ്ത് വരുന്നതെന്നൊരു ഐഡിയ കിട്ടിയതിനു ശേഷം മാത്രം നമുക്ക് ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്യാം. ബട്ട് ഈവൻ ദെൻ വി ഹാവ് സെവറൽ ഇൻസ്റ്റൻസസ് ടു ഷെയർ വിത്ത് യു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗസ്റ്റ് ആയ രാജ്കുമാർ രവീന്ദ്രനാഥൻ അടുത്തൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. തോമസ്, ഓവർ ടു യു. ദാറ്റ്സ് ക്ലിയർ സർ. കമ്മിങ് ടു രാജ്കുമാർ സർ, നമ്മൾ ഓവറോൾ ആയിട്ട് ഈ ഒരു സെക്ടറിനെ നോക്കുകയാണെങ്കിൽ, ഈ ഒരു AI ഫിനോമിനെ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ബിസിനസ്സസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ചിപ്പ് മേക്കേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റംസ്, ആ ഒരു പ്ലാറ്റ്ഫോംസ് ബിൽഡ് ചെയ്യുന്ന NVIDIA പോലുള്ള കമ്പനികളുടെ AMD പോലുള്ള ബിസിനസ്സസ് ഉണ്ട്. അവർ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്ത് OpenAI പോലെ, ഇപ്പോൾ ഗൂഗിൾ ജെമിനായി പോലെ, മെറ്റയുടെ AI സിസ്റ്റംസ് പോലെ AI സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്ന ബിസിനസ്സസ് ഉണ്ട്. ഇപ്പോൾ AI സിസ്റ്റംസ് ഡിപ്ലോയ് ചെയ്യുന്ന ബിസിനസ്സസ് ഉണ്ട്. AI സിസ്റ്റംസ് ഡിപ്ലോയ് ചെയ്യാൻ ഓരോ ടെക് ബിസിനസ്സിലാണെങ്കിലും നോൺ ടെക് ബിസിനസ്സിലാണെങ്കിലും ഡിപ്ലോയ് ചെയ്യാൻ സഹായിക്കുന്ന ബിസിനസ്സും ഇപ്പോൾ ലോകത്ത് വളർന്നു വരികയാണെങ്കിൽ, OpenAIയിലെ സ്പെസിഫിക് കേസ് നോക്കുകയാണെങ്കിൽ അവരുടെ ഈ OpenAI ChatGPT ഡെവലപ്പ് ചെയ്യാൻ അവർ ലോഞ്ച് ചെയ്ത ഇയറിൽ ഓൾമോസ്റ്റ് $540 million ആയിരുന്നു OpenAIയുടെ ലോസ് എന്ന് പറയുന്നത്. ഈ ഒരു വർഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് $4 billion ആണ് ജസ്റ്റ് സെർവേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം OpenAI ഇയർ മാർക്ക് ചെയ്തിട്ടുള്ളത്. $3 million കോസ്റ്റ് ഓഫ് ട്രെയിനിങ്
ട്രെയിനിങ് എ ഐ ട്രെയിനിങ് കോസ്റ്റ് ആയിട്ട് ഇയർമാർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് $1.5 ബില്യൺ ഓവറോൾ ഓപ്പറേഷൻസ് എക്സ്പെൻസസ് ആയിട്ടും എംപ്ലോയി ഹെഡ് കൗണ്ട് എക്സ്പെൻസസ് ആയിട്ടും ഒക്കെ ഇയർമാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ റവന്യൂ നോക്കുകയാണെങ്കിൽ $3.4 ബില്യൺ മാത്രമാണ് ഒരു റവന്യൂ ആയിട്ട് OpenAI ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് $8.5 ബില്യൺ ഒരു ടോട്ടൽ സ്പെൻഡിലാണ് ഒരു $3.4 ബില്യൺ ഒരു റവന്യൂ മാത്രം വരുന്നത്. സോ ഓവറോൾ നോക്കുമ്പോൾ ഈ AI ഡിപ്ലോയ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള ട്രെയിനിങ് കോസ്റ്റുകൾ കമ്പനിക്ക് ഇൻകർ ആവുന്നുണ്ട്. ഡിപ്ലോയ്മെൻറ്റ് ഏരിയയിൽ വരികയാണെങ്കിലും വളരെ വലിയ രീതിയിൽ ഇത് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു കോസ്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ, ആ ഒരു എൻറ്റയർ പ്രോസസ്സിൽ AI യൂസ് ചെയ്യാനുള്ള കോസ്റ്റും വളരെ വലിയ രീതിയിൽ ടോക്കൺസ് പർച്ചേസ് ചെയ്തിട്ട് ടെക് കമ്പനികൾക്കാണെങ്കിലും നോൺ ടെക് ബിസിനസ്സിനാണെങ്കിലും AI യൂസ് ചെയ്യാനുള്ള കോസ്റ്റും വളരെ ഹൈ ആയിട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കോസ്റ്റ് സെൻറ്ററായിട്ട് AI മാറുമ്പോൾ ഹൗ മച്ച് ടൈം ഡു യു തിങ്ക് ഇറ്റ് വിൽ ടേക്ക് ടു സ്റ്റാർട്ട് ജനറേറ്റിംഗ് ദ റവന്യൂ? എന്താണ് ഒരു ഫേവറബിൾ ആയിട്ട് ഒരു ടെക് ഫീൽഡിന് പുറത്ത് നിന്ന് നോക്കുന്ന ആൾക്ക് എങ്ങനെയായിരിക്കണം? ഒരു 2-3 years ആണോ, അതോ ഒരു 5 to 10 years ആണോ? ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു കവർ ദീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് കോസ്റ്റ് ആൻഡ് യൂസേജ് കോസ്റ്റ്? ഈ AI നിന്നുള്ള റവന്യൂ എങ്ങനെയാണ് ഇതിനെ കവറപ്പ് ചെയ്യാൻ പോകുന്നത്? ഓർ എത്ര സമയമെടുക്കും ഈ ഒരു ടോട്ടൽ ഒരു ബാലൻസിങ് ആക്ടിലേക്ക് ഈ കമ്പനികൾക്ക് എത്തിപ്പെടാൻ? Thank you, Thomas. എനിക്ക് സൂരജ് പറഞ്ഞ I wasn't able to hear, so I don't know if I'm going to repeat some stuff or not, but I'll nevertheless go ahead. നിങ്ങൾ ചോദിച്ച ചോദ്യം, it's a very long question. So if you look at that entire value chain today, you have OpenAI models, OpenAI, Anthropic, and so on and so forth. You have NVIDIA, you have TSMC, who's the chip fabricator, you have cloud players. If you look at the entire value chain, where is the AI quality today? It's not with the OpenAI or Anthropic today, because as you said, അവർക്ക് ട്രെയിൻ ചെയ്തെടുക്കാനും GPUs വാങ്ങിക്കാനും അതിനൊക്കെ ഒരുപാട് ചെലവാകുന്നുണ്ട്. So even though Anthropic hit a $75 billion run rate this month, അവരുടെ margins are negative, or at the very best ordinary income, right? So then that all of the revenues get passed on to the cloud layer. Cloud layer നോക്കുകയാണെങ്കിൽ these companies like Amazon, Google and others, അവരുടെ free cash flow is negative, because for every dollar that they are earning, they are spending about $1.5 on capital expenditure, building all that infrastructure that you spoke about, right? Data centers and stuff like that. ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. They're also protecting their income statements, because these are all projected as long life assets, right? Avadiyum you don't see a moat. So they in fact pass on that profit down to NVIDIA's, the chips that they buy, right? And then NVIDIA and TSMC is taking the bulk of the profit as it stands now. Almost $175 billion combined profits they have made, right? Appo idile the real moat lies with TSMC, in my opinion, because the physics and the capital that they have deployed, nobody can easily come and take that away. Whereas NVIDIA is already getting challenged by the cloud providers, like Amazon has come up with Trainium chip, Alibaba has come up with T-heads. So they are trying to make sure that NVIDIA doesn't have that monopoly. So they are coming up with their own chips. And if you look at the cloud providers itself, they are the ones who is holding the biggest debt in this whole value chain, right? And they are the ones who will have the longest period of making that debt pay. OpenAI, Anthropic, I don't think they will be able to command that dominating position in the industry for long, because already there are open source AI alliances formed. There are models coming up. In my view, the same way internet made compute free, there will be intelligence that will be freely available, right? It will not be an oligopoly or a monopoly anymore. So the real money has to come from enterprises, and that there are several other challenges. Maybe as we go through the session, I can talk about it. But as of now, the money is all going down to the chip and fabrication layer. Others are everyone passing through that profit. രാജ്കുമാർ സാർ, ആസ് എ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ, നമ്മൾ ഇതിൻ്റെ
ആക്ച്വൽ പ്രാക്ടിക്കൽ വേയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കമ്പനികൾ ഈ AI സിസ്റ്റംസ് ഒരു മേജർ ഇപ്പോൾ ലെറ്റ്സ് സേ ഓപ്പൺ എയുടെ ഭാഗത്തു നിന്നോ ആന്ത്രോപ്പിക്കിൻ്റെ ഭാഗത്തു നിന്നോ പാലൻറ്റിയർ സിസ്റ്റത്തിൽ നിന്നോ ഒരു AI ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ ഒരു AI സിസ്റ്റം പർച്ചേസ് ചെയ്തിട്ട് ഒരു കമ്പനി ഇപ്പോൾ അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ കമ്പനിക്ക് ഒരു റവന്യൂ വൈസ് ഒരു റിട്ടേൺസ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു റവന്യൂ വൈസ് എങ്ങനെയാണ് ഈ AI സിസ്റ്റംസിന് ആ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസിന് അല്ലെങ്കിൽ റവന്യൂ സൈഡ് എങ്ങനെയായിരിക്കും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക, അതിനൊരു ടൈം ലൈൻ എന്തായിരിക്കും ഫ്രം എ ടെക് പോയിന്റ് ഓഫ് വ്യൂ, ഫ്രം എ ടെക് പെർസ്പെക്റ്റീവ്, ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ഫോർ എ കമ്പനി ടു കൈൻഡ് ഓഫ് ലൈക്ക് ഒരു AI സിസ്റ്റം പർച്ചേസ് ചെയ്തിട്ട് അത് ഡിപ്ലോയ് ചെയ്ത് അതൊരു പ്രോപ്പർ ഡിപ്ലോയ്മെൻറ്റ് നടത്തിയിട്ട് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു എക്കണോമിക്സ് വർക്കൗട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഓവറോൾ എൻറ്റയർ ചെയിൻ വർക്കൗട്ട് ചെയ്യുന്നത് ഫ്രം എ B2B പെർസ്പെക്റ്റീവ്, ഒരു ക്ലയൻറ്റ് പെർസ്പെക്റ്റീവ്. So I missed your initial part, Thomas. There was a system glitch. But essentially, I guess നിങ്ങൾ ചോദിക്കുന്നത് ഈ AI യൂസ് ചെയ്തിട്ടുള്ള products അല്ലെങ്കിൽ embedding AI into your own operations, എന്ത് benefits are company is seeing today and how long it will take to show some meaningful returns, right? ഹലോ, ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. സോ നമുക്ക് അനൂപ് സാറിലേക്ക് വരാം. അനൂപ് സാർ, നമ്മളിപ്പോൾ കേരള സ്പെസിഫിക് സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ സ്വന്തമായിട്ട് ഹൈപ്പർ സ്കെയിലേഴ്സ് ഇല്ല, കേരളത്തിൽ സ്വന്തമായിട്ട് വലിയ രീതിയിലുള്ള ചിപ്പ് ഫാബ്സ് ഒന്നുമില്ല. സോ ഈ ഒരു AI വേവിൽ, ഈ ഒരു AI റേസിൽ ഇത്രയും വലിയ രീതിയിലൊരു എമൗണ്ട് ബിഗ് ടെക് കമ്പനികളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു കേരളത്തിന് ഇതിലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കേരളത്തിലുള്ള IT കമ്പനികൾക്കും സ്പെസിഫിക്കലി നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾക്കും എന്താണ് ഇതിലൊരു മേജറായിട്ടൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു വരുന്നത്? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സാർ. കേൾക്കാം. എനിക്ക് മറ്റു സ്പീക്കേഴ്സ് പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ കേരളം എന്നൊരു പെർസ്പെക്റ്റീവ് മാത്രം എടുക്കുന്നതിൽ ഇതിനകത്തൊരു തെറ്റുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വി ഹാവ് ടു ലുക്ക് അറ്റ് ഇന്ത്യ ആസ് എ കൺട്രി ആൻഡ് ഹൗ ആർ സോവറൻ AI ഇനിഷ്യേറ്റീവ്സ് ആർ ഗോയിങ് ടു മേക്ക് മണി ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും താഴത്തെ ലേയേഴ്സ് ഓഫ് AI എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എനർജി എടുത്താലും സെമി കണ്ടക്ടേഴ്സ് എടുത്താലും ഡേറ്റ സ്റ്റോറേജ് എടുത്താലും ഫൗണ്ടേഷണൽ മോഡൽസ് എടുത്താലും, ഇവിടെ ഒന്നും നമുക്ക് ഒരു രാജ്യം എന്നുള്ള രീതിയിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ സെമി കണ്ടക്ടർ ഫാബ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവിടെ പോലും ഇപ്പോൾ ഫോട്ടോലിത്തോഗ്രാഫി പോലെയുള്ള ടെക്നോളജീസ്, ഇപ്പോൾ ASML ഹോൾഡ് ചെയ്യുന്ന ടെക്നോളജി ഇപ്പോഴും നമ്മുടെ കയ്യിലില്ല. TSMCയുടെ കുറച്ചൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകളാണ് ഇന്ത്യയിലെ പല ഫാബുകളിലേക്കും ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം the latest of the technologies, which would be the 2 nanometer chips, etc., will not come to India in the near future. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിലും എനർജി മറ്റൊരു മേജർ ഫാക്ടറാണ്. ഇപ്പോൾ നമ്മൾ ഡേറ്റാ സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വരുന്ന, കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വരുന്ന എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് ഒരു കൺസിസ്റ്റന്റ് സപ്ലൈ ഓഫ് പവർ ആണ്. അപ്പോൾ ഓൾറെഡി പവർ ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനുള്ള പവർ എവിടുന്ന് കണ്ടെത്തും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ സോളാറോ വിൻഡോ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ മൺസൂൺസ് കാരണം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. So we'll have to think about new avenues, and probably the greenest and the easiest avenue is nuclear and small modular reactors എന്ന് പറയുന്ന ഒരു സെക്ടർ ഇങ്ങനെ പതുക്കെ ഫോം ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രത്തോളം ഫീസിബിൾ ആണെന്നുള്ളതിനെ പറ്റി കൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ടി വരും. അപ്പോൾ എനർജി സെക്ടറിലും ഈ സെമി കണ്ടക്ടർ സെക്ടറിലും നമുക്ക് കാര്യമായ ചലനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ, ഇന്ത്യയിൽ തന്നെ അത് പതുക്കെ ഗുജറാത്തിലോ ആസാമിലോ ഒക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ. മൂന്നാമത്തെ ഒരു ഏരിയയാണ് ഡേറ്റ. അവിടെയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിന് കാര്യമായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത്. കാരണം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡേറ്റ, അതിപ്പോൾ ഹെൽത്ത് കെയറിലായിക്കോട്ടെ, ഗവേണൻസിലായിക്കോട്ടെ, അതുപോലെ മറ്റ് പല മേഖലകൾ, ഇപ്പോൾ സ്പേസ് ഡേറ്റ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പല മേഖലകളിലും ക്ലീനായി അല്ലെങ്കിൽ ഒരു പോരായ്മ എന്ന് പറയുന്നത് ആ ഡേറ്റയെ ആഗ്രിഗേറ്റ് ചെയ്ത് അത് ഒരു API വഴി ഈ പറയുന്ന ഇന്നോവേറ്റേഴ്സിനോ റിസർച്ചേഴ്സിനോ സ്റ്റുഡൻസിനോ അടുത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡേറ്റയെ ആഗ്രിഗേറ്റ് ചെയ്യുകയും ആ ഡേറ്റയുടെ മുകളിൽ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള, ഇപ്പോൾ വെർട്ടിക്കൽ AI എന്ന് നമ്മൾ വിളിക്കുന്ന
ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള മോഡ്യൂൾസ് നമ്മൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ശക്തമായ ലെഗസി സെക്ടേഴ്സ് ഏതാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങളൊരു പഠനം നടത്തിയിരുന്നു. അപ്പോൾ അതിൽ ഉയർന്നു വന്ന ഒരു 5-6 പ്രധാനപ്പെട്ട സെക്ടറുകളാണ് ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസസ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ, ന്യൂ എനർജി ഇനിഷ്യേറ്റീവ്, സ്പേസ് ടെക്നോളജീസ്. അപ്പോൾ ഇവിടെ എല്ലാം കേരളത്തിന് തനതായ ഒരു ശക്തിയുള്ള ലെഗസി സ്ട്രെങ്ത് ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വെർട്ടിക്കൽ AI പ്ലേസിന് കേരളത്തിൽ ഒരു വലിയൊരു സാധ്യതയുണ്ട്. ഒരു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും അതിലൊരു ടാലന്റ് അല്ലെങ്കിൽ ഒരു റീപർപ്പസിങ് ഓഫ് ദ കറണ്ട് വർക്ക് ഫോഴ്സ് ടു ബിക്കം ദ ന്യൂ വർക്ക് ഫോഴ്സ്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ലിറ്ററസി ഉള്ള ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ AI ഉപയോഗിച്ച് അവനവൻ്റെ തൊഴിലിനെ റീപർപ്പസ് ചെയ്യാവുന്ന, റീഇൻവെന്റ് ചെയ്യാവുന്ന ഒരു പറ്റം ആൾക്കാരായിട്ട് എത്രയും പെട്ടെന്ന് മാറാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തിന് പ്രധാനമായിട്ടും ഞാൻ കാണുന്ന 2 ഓപ്പർച്യൂണിറ്റികൾ എന്ന് പറയുന്നത്, ഒന്ന്, വി ക്യാൻ ബി എക്സലന്റ് ഡേറ്റ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദ വേൾഡ്. ഇപ്പോൾ കേരള ജീനോം ഡേറ്റ സെന്റർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹ്യൂമൻ ജീനോം സീക്വൻസിങ് ചെയ്ത് അതിനെ വേൾഡിന് കൊടുക്കുന്ന ഒരു സ്ഥലമായിട്ട് കേരളത്തിന് മാറാൻ കഴിയുകയാണെങ്കിൽ, that data itself becomes a huge power. So we can do a lot of things in that data layer. The second thing is basically there are some legacy strengths that Kerala holds. അപ്പോൾ ഒരു ഹെൽത്ത് കെയർ AI വെർട്ടിക്കലിൽ പല രീതി, ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കണ്ട ഒരു AI കമ്പനി ഇനോഗ്രേഷൻ കേരളത്തിൽ നടന്നത് നാവിക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അതായത് IBS എന്ന് പറയുന്ന വ്യോമയാന മേഖലയിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി പറയുകയാണ്, ഞങ്ങൾ പുതിയൊരു കമ്പനി ലോഞ്ച് ചെയ്യുകയാണ്, നാവിക് എന്ന് പറയുന്ന ഒരു കമ്പനി. ഇറ്റ് വിൽ ബി എ വെർട്ടിക്കൽ AI കമ്പനി വിച്ച് വിൽ ഓൺലി കോൺസെൻട്രേറ്റ് അക്യുമുലേറ്റ്. അപ്പം നമ്മളിപ്പോൾ ഒരു എയർപോർട്ടിലേക്ക് കയറി ഇറങ്ങുന്ന ഒരു പ്രോസസ്സ് ആലോചിക്കാമെന്നുണ്ടെങ്കിൽ, ആ പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് വോയിസ് സിസ്റ്റംസ്, ഏജൻസ്, റോബോട്ടിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഒരു എയർപോർട്ടിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സെനാരിയോ നമ്മൾ മനസ്സിൽ ആലോചിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളിൽ നമുക്ക് AI അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെയുള്ള വെർട്ടിക്കൽ AI പ്ലേസിൽ കേരളത്തിന് ഒരു വലിയ റോള് പ്ലേ ചെയ്യാനുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനൂപ് സാർ, ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്പെസിഫിക്കലി സ്റ്റാർട്ടപ്പ് സിറ്റുവേഷൻസിലേക്ക് വരികയാണെങ്കിൽ, കേരളത്തിലെയും ഇന്ത്യയിലെയും സ്റ്റാർട്ടപ്പ് സിറ്റുവേഷൻസിലേക്ക് വരികയാണെങ്കിൽ പല കമ്പനികളും വി ആർ എ ജെൻ ഫസ്റ്റ് AI കമ്പനി അല്ലെങ്കിൽ വി ആർ എ ഫുൾ 100% AI കമ്പനി എന്നൊരു ടാഗോടുകൂടി ബിസിനസ്സസ് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരൊക്കെ AI ചാറ്റ് ബോട്ട്സ് യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ AI അവരുടെ ഒരു സിസ്റ്റത്തിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്പെസിഫിക്കലി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO എന്നൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ, ഈ ഒരു AI യൂസേജിൽ അവർക്ക് ഇൻകർ ആവുന്ന ഒരു കോസ്റ്റ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ, ഒരു AI ഒരു അഡീഷനായിട്ട് ഈ സ്റ്റാർട്ടപ്സ് ഒരു AI അഡീഷനായിട്ട് അവരുടെ സിസ്റ്റത്തിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, അവരുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, അതൊരു കൂടുതലായിട്ടൊരു സെല്ലബിൾ പ്രൊഡക്ട്സ് ആയിട്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും സ്റ്റാർട്ടപ്സുകൾക്ക് അതൊരു സെല്ലബിൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കുന്നുണ്ടോ? ദാറ്റ്സ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ, ഒരു ഹോം ഗ്രോൺ AI സിസ്റ്റംസ്, ഇപ്പോൾ നമ്മൾ മിക്ക സ്റ്റാർട്ടപ്സും ബിസിനസ്സും IT ബിസിനസ്സും നോക്കുകയാണെങ്കിൽ ChatGPTയുടെയോ അല്ലെങ്കിൽ മറ്റ് എസ്റ്റാബ്ലിഷ്ഡ് AI കമ്പനികളുടെ APIs ആണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഒരു ഹോം ഗ്രോൺ API ബിൽഡ് ചെയ്തുകൊണ്ട്, ഒരു ഹോം ഗ്രോൺ AI സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്നൊരു റവന്യൂ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ ഹെഡ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു റവന്യൂ ഓപ്പർച്യൂണിറ്റിയുടെ ഒരു റോഡ് മാപ്പ് എങ്ങനെയാണ് സാറിന് കാണാൻ സാധിക്കുന്നത്? അതൊരു 2-3 ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇവിടെ ചോദിച്ചെന്ന് തോന്നുന്നു. അതിൽ ഓരോന്നായിട്ട് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാം. ഒന്ന്, നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് സാസ് പ്ലാറ്റ്ഫോമുകളുടെ AI മൈഗ്രേഷൻ, അതായത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് നമ്മൾ പറയുന്ന ഒരു ബുക്ക് മൈ ഷോയോ അല്ലെങ്കിൽ ഒരു സർവേ സ്പാരോയോ അല്ലെങ്കിൽ ഒരു സ്വിഗ്ഗിയോ സൊമാറ്റോയോ പോലെയുള്ള ഇപ്പോഴത്തെ ഈ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെയാണ് ഒരു AI പവേർഡ് പ്ലാറ്റ്ഫോമായിട്ട് മാറുന്നത്? അത് ഒരു ട്രഡീഷണൽ ഡിസ്റപ്ഷൻ ഇൻ ദി UI, wherein you will not need any of these combo boxes or menu items and things like that. You will just speak to an agent and the agent will book the ticket for you എന്ന് പറയുന്ന അത്രയും സീംലെസ് ആയിട്ട് ഇപ്പോഴുള്ള സാസ് ആപ്ലിക്കേഷൻസിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും. ആ മാറ്റം പക്ഷേ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാസ് ആൾക്കാർക്ക് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ പുതിയ AI കമ്പനികൾക്ക് വന്ന് അത്തരത്തിലുള്ള ഏജൻറ്റുകൾക്ക്. ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ആശുപത്രിയിൽ വിളിച്ചൊരു അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ
അയാളുടെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ വരുന്ന മെനുവിലാണ് ഇതെല്ലാം എൻ്റർ ചെയ്ത് പോകുന്നത്. അതിനു പകരം ആ ഇരിക്കുന്ന ആളൊരു ഏജൻ്റ് ആണെന്ന് സങ്കല്പിക്കുക. നമ്മൾ സംസാരിക്കുന്ന ആ സംസാരത്തിനെ ഡെസിഫർ ചെയ്ത് അതിലുള്ള ഡേറ്റ പോയിന്റ്സ് എടുത്ത് ആ പോയിന്റ്സിനെ എല്ലാം ഡേറ്റ ബേസിലേക്ക് ഓട്ടോമാറ്റിക്കലി ലോഡ് ചെയ്യുന്ന വോയിസ് ഏജൻറ്റുകൾ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നേറ്റീവ് AI ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു പത്തോളജിക്കൽ റിപ്പോർട്ട്സ് റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു CTO എക്സ്റേയോ MRIയോ സ്കാൻ റീഡ് ചെയ്തിട്ട് അതിനകത്തൊരു ലീസിയോൺ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നു. ക്യാൻസറിൻ്റെ ഏർലി ഡിറ്റക്ഷൻസ് ബയോമാർക്കേഴ്സ് ഉപയോഗിച്ച് കണ്ടെത്തുന്നു. അത്തരത്തിലുള്ള ഹെൽത്ത് കെയർ ആപ്ലിക്കേഷൻസ് വിച്ച് ആർ AI predictive models which will accurately happening right now. അത്തരത്തിലുള്ള ആ മേഖലയിലും നമ്മുടെ ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസിൽ അഡ്വാൻസ്മെന്റ് വെച്ചിട്ട് നമുക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിയും. ഇവിടെ നമ്മളൊരു ഡേഞ്ചറായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ച, നമ്മളിപ്പോൾ ഈ ഫൗണ്ടേഷണൽ മോഡൽസിന്റെ APIs ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള ഞാൻ സംസാരിക്കുന്ന ഒരുപാട് സോഫ്റ്റ്വെയർ, ഒരു 90% സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും പറയുന്നത് കഴിഞ്ഞ ഒരു സെപ്റ്റംബർ ഡിസംബർ ടൈം ഫ്രെയിം മുതൽ ഇങ്ങോട്ട് അവരൊരു ലൈൻ കോഡ് പോലും ആലോചിച്ചെഴുതുന്നില്ല. നമ്മൾ എപ്പോഴും ഒരു വൈപ്പ് കോഡിംഗ് എന്ന് നമ്മൾ വിളിക്കുന്ന സൈഡിൽ ഒരു AI ടൂൾ ഇരിക്കുന്നു, അവിടെ കോഡ് ജനറേറ്റ് ചെയ്യുന്നു, ആ കോഡ് എടുത്ത് ഇവിടെ ഇപ്പുറത്തിട്ട് അതിൽ ഡിബഗ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വൈപ്പ് കോഡിങ്ങിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു വലിയ കമ്പനി, സേ ഫോർ എക്സാമ്പിൾ ഇൻഫോസിസ്, if they open up the Claude API to the entire crowd, entire development workforce, അപ്പോൾ അതിൻ്റെ ഒരു യൂസേജിന് ഒരു കൺട്രോളും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് നമ്മൾ ചിലപ്പോൾ മാറിയേക്കാം. സോ ഐ തിങ്ക് ഇൻ ദ ലോങ്ങർ ടേം ദർ വിൽ ബി എ ഡിമാൻഡ് ഫോർ പീപ്പിൾ ഹൂ വിൽ യൂസ് AI in an optimized fashion. അതായത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, അനാവശ്യമായ പ്രോംപ്റ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും അത്യാവശ്യമായ പ്രോംപ്റ്റുകൾ ഉപയോഗിച്ച്, അതായത് ടോക്കൺ യൂസേജിനെ വളരെയധികം കുറച്ചുകൊണ്ട് AI ഉപയോഗിച്ചുകൊണ്ട് തന്നെ കോഡ് എഴുതാൻ പറ്റുന്ന ആൾക്കാർ, അത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ഡിമാൻഡ് കൂടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലതിൻ്റെയും വില വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു കൂളിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു ഡേറ്റ സെൻറ്റർ, അല്ലെങ്കിൽ ഒരു NVIDIAയുടെ ചിപ്പ് എന്ന് പറയുന്ന സാധനങ്ങളുടെ എല്ലാം വില വളരെ കൂടുതലാണ്. പക്ഷേ ദ മൂഴ്സ് ലോ കൈൻഡ് ഓഫ് അപ്ലൈസ് ഹിയർ ഓൾസോ, wherein over a period of time new technologies will parallelly emerge which might actually bring down the cost of running AI. റണ്ണിങ് AI എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ 3 ലെയറുകൾ, അതായത് എനർജി ലെയർ, സെമി കണ്ടക്ടർ ലെയർ, ഡേറ്റ സെൻറ്റർ ലെയർ, ഈ 3 ലെയറുകളെ റൺ ചെയ്യാനുള്ള എക്സ്പെൻസസ് അടുത്ത ഒരു ഡെക്കേഡിൽ താഴോട്ട് കൊണ്ടുവരാനുള്ള പാരലൽ എഫേർട്സ് കൂടി ഈ കമ്പനികളെല്ലാം നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് കാണുന്ന ഈ അമിതമായ ഒരു എക്സ്പെൻസ് ചിലപ്പോൾ ഒരു 10 വർഷത്തിൽ ഉണ്ടാവണം എന്നില്ല, which will mean that it will suddenly become cost effective. One invention and it might suddenly become cost effective. അങ്ങനെ ഒരു ട്രാൻസിഷൻ നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, എല്ലാ ആൾക്കാരും ഒരു ഗിഗ് വർക്കറായിട്ട് മാറാനുള്ള സാധ്യത ഈ AIയുടെ കടന്നുകയറ്റത്തിൽ ഉണ്ടാവുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ പലപ്പോഴും ജോലികളുടെ സ്വഭാവം തന്നെ മാറിമറിയാം. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തിനാണ് ഒരു ജോലിക്ക് പോകുന്നത്? നമുക്കൊരു സുരക്ഷിതത്വം, എല്ലാ മാസവും നമുക്ക് കിട്ടുന്ന ശമ്പളം, അതിനോടനുബന്ധിച്ച് കിട്ടുന്ന മറ്റ് ബെനിഫിറ്റുകൾ, ഇതെല്ലാം കൂടെ കണക്കിലെടുത്താണല്ലോ നമ്മൾ ജോലിക്ക് പോകുന്നത്. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ എന്തുകൊണ്ട് നമുക്ക് ആൾക്കാരെ കൂട്ടി യോജിപ്പിച്ച് ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിറ്റ് നമുക്ക് അതിൽ നിന്ന് എക്സിറ്റ് ആയിക്കൂടാ എന്ന് പറഞ്ഞാൽ, ഒരു വളരെ വോളറ്റൈലായിട്ടുള്ള ഒരു കമ്പനി സ്ട്രക്ചറിലേക്ക് നമ്മൾ മാറുന്നു എന്ന് കരുതുക. അതായത് 10, 30, 100 വർഷം നിലനിൽക്കുന്ന കമ്പനികൾ ഉണ്ടാവില്ല. ഉണ്ടാക്കേണ്ടത് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും ആ സിനിമയുടെ അവസാനം ആ സിനിമയുടെ ക്രൂ ഡിസ്പേഴ്സ് ആവുന്നത് പോലെ അവിടെയുള്ള എംപ്ലോയീസും ഡിസ്പേഴ്സ് ആയി പോകുന്ന ഒരു സെനാറിയോ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഏറ്റവും മികച്ച സിനിമാറ്റോഗ്രാഫറെ, ഏറ്റവും മികച്ച നടനെ, ഏറ്റവും മികച്ച തിരക്കഥാകൃത്തിനെ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നത് പോലെ ഏറ്റവും നല്ല ഡിസൈനറെയും ഏറ്റവും നല്ല മാനുഫാക്ചററെയും ഏറ്റവും നല്ല കോഡറെയും ഒരുമിച്ച് കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ലൂസിഡ് ഫോം ഓഫ് കമ്പനീസ് might emerge in the days to come. So which means that ജോലി എന്നുള്ളതിലുപരി ഞാനൊരു പഠിക്കുന്നത് കണ്ടിന്യൂസ്ലി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കാനാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക്
സമൂഹം മാറി ചിന്തിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടാവുമെന്ന് കൂടിയാണ് ഞാൻ കരുതുന്നത്. രാജ്കുമാർ സാർ, കമ്മിങ് ടു യു, ഇപ്പോൾ അനൂപ് സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു വൈബ് കോഡിങ്ങിൻ്റെ എറയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മറ്റൊരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ മെറ്റയിലൊക്കെ ടോക്കൺ മാക്സിങ് എന്നൊരു ഫിനോമിനൻ ഈ അടുത്തായിട്ട് വന്നതാണ്. അതിനുശേഷം ടോക്കൺസ് യൂസ് ചെയ്യുന്നതിലൊക്കെ മെറ്റയുടെ ഇൻറ്റേർണൽ നോട്ട്സിൽ തന്നെ വളരെ വലിയ രീതിയിൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. സോ രാജ്കുമാർ സാറിനോട് ഞാൻ ഇനീഷ്യലി ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഒരു ടോക്കൺ യൂസേജിനൊക്കെ ഒരു കമ്പനി ഇൻകർ ചെയ്യുന്ന ഒരു കോസ്റ്റ്, മെറ്റ ഓഫ് കോഴ്സ് ഒരു ബിഗ് ടെക് കമ്പനിയാണ്, അവർക്ക് ആ കോസ്റ്റ് ഇൻകർ ചെയ്യാനുള്ള ഒരു 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 മണി പവർ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് റവന്യൂ ജനറേഷൻ പവർ ആ കമ്പനിക്കുണ്ട്. കമ്മിങ് ടു ലെറ്റ്സ് എ മീഡിയം സൈസ്ഡ് ടെക് ഫേംസ്, ഒരു മീഡിയം സൈസ്ഡ് ടെക് ഫേമിലേക്ക് വരികയാണെങ്കിൽ ഈ AI പർച്ചേസ് ചെയ്തിട്ട് അത് ഡിപ്ലോയ് ചെയ്യാനെടുക്കുന്ന കോസ്റ്റും അത് യൂസ് ചെയ്യാനെടുക്കുന്ന കോസ്റ്റും ഒക്കെ എങ്ങനെയാണ് ഒരു മിഡ് സൈസ്ഡ് കമ്പനി, ഒരു ടെക് കമ്പനിക്ക് അവരുടെ ആ ഒരു യൂസേജിൻ്റെ ഒരു പ്രോസ്പെക്റ്റ് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അതിലൊരു ടെക് വൈസ് ആൻഡ് ഓൾസോ ഒരു എക്കണോമിക് വൈസ് പെർസ്പെക്റ്റീവിലുള്ള ഒരു അനാലിസിസ്? You're able to hear me? Yes sir. Okay. See, today, bulk of the AI tokens that is used by enterprises, medium or big, goes on POCs. Okay. Production scale deployments വളരെ കുറവേ കണ്ടിട്ടുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. Yeah, there are point solutions that has been made, but by and large, if you look at it, enterprises haven't been able to create an unreal economic value, if you will. And none of the companies have shown a big profit increase or an economic value creation using AI. ഇപ്പോൾ bulk of the implementations are productivity gains, aiding humans produce work quickly, faster, maybe higher quality. There are offerings like AI FinOps and everything coming up, which allows the CFO to monitor and allocate the tokens, but by and large there are companies that I know of spend 5 to 6 million on tokens, but the returns have been negligible so far, right? So I think it will take time. In my view, anywhere, I don't have a crystal ball, but anywhere between 3 to 4 to 5 years before some of these AI impact can be seen in the bottom line. That being said, there are industries like insurance, risk mitigation, others where there is already a significant adoption in play. സർ, ജനറേറ്റീവ് എഐയുടെ ഒരു പ്രൊജക്റ്റ് പെർസ്പെക്റ്റീവിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട്സ് പറയുന്നത് ഓൾമോസ്റ്റ് 30% ഓഫ് ജനറേറ്റീവ് AI പ്രൊജക്ട്സ് അവരുടെ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് സ്റ്റേജിൽ തന്നെ ഒരു അബാൻഡൻ ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ഒരു ഓവറോൾ ഒരു എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ പെർ എൻ്റർപ്രൈസ് ഡിപ്ലോയ്മെൻറ്റ് ഓൾമോസ്റ്റ് $5 to $20 million ആണ് ഓരോ പ്രൊജക്റ്റിലും ഒരു കോസ്റ്റ് ആയിട്ട് ഇപ്പോൾ കമ്പനികളുടെ ഭാഗത്ത് നിന്ന് ഒരു ഇൻകർ ആവുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. സോ ഓൾമോസ്റ്റ് 30% ജെൻ AI പ്രൊജക്ട്സ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇങ്ങനെ അബാൻഡൻ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഒരു ബിഗ് ടെക് കമ്പനികൾക്കൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് മാറ്റിവെക്കാൻ സാധിക്കുന്നതാണ്. സോ ഒരു മീഡിയം ടേം ടെക് കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഒരു ലെഗസി ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രഡീഷണൽ സോഫ്റ്റ്വെയർ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്ന ഒരു കമ്പനി ഗോയിങ് ഫോർവേഡ് അവരും ഒരു AI പിവറ്റിന് ശ്രമിക്കുമോ, അതോ അവരുടെ തന്നെ ഒരു ട്രഡീഷണൽ ബിസിനസ് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒരു AI കോസ്റ്റിൽ നിന്നുള്ള ആ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ആ ഫാങ്കിൽ നിന്ന് ഒരു ഒഴിവാവാനാകുമോ അവർ ശ്രമിക്കുക? എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു എവല്യൂഷൻ എന്നുള്ളത്? രാജ്കുമാർ സാർ കേൾക്കാനുണ്ടോ? Sorry, I wasn't able to hear anything. ഓക്കെ സർ, നമ്മളിപ്പോൾ ഒരു റിപ്പോർട്ട് ഞാനിപ്പോൾ നോക്കുകയായിരുന്നു. ജനറേറ്റീവ് AI പ്രൊജക്ട്സിൽ ഓൾമോസ്റ്റ് 30% പ്ലസ് പ്രൊജക്ട്സ് അവരുടെ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് സ്റ്റേജിൽ തന്നെ അബാൻഡൻ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അതിൽ ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് വരുന്ന ഓൾമോസ്റ്റ് $5 to $20 million ആണ്. ഇത്രയും വലിയ രീതിയിൽ ബിഗ് ടെക് കമ്പനികൾക്കൊക്കെ ഇത്രയും വലിയ രീതിയിലുള്ള പ്രൊജക്ട്സ് പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് സ്റ്റേജിൽ തന്നെ അബാൻഡൻ ചെയ്യാൻ സാധിക്കും, കാരണം അവർക്ക് അതിനുള്ള ബഡ്ജറ്റ് ഉണ്ട്. ഒരു മീഡിയം ടേം കമ്പനി, ഒരു ടെക് കമ്പനിയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും
ഈ ഒരു ജനറേറ്റീവ് AI ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കോസ്റ്റിനെ അവർക്ക് ഒരു ലോങ് ടേം ബഡ്ജറ്റ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ അവരിപ്പോൾ കംപ്ലീറ്റ്ലി മറ്റൊരു കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു AI സിസ്റ്റംസ് ഡിപ്ലോയ് ചെയ്യുക, അത് പർച്ചേസ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യുക എന്നൊരു ബിസിനസ്സിലേക്ക് ആകുമ്പോൾ പോവുക ഇൻ ദ നെക്സ്റ്റ് 5 or 10 years? See, in my view, ippalthe adoption roadblocks, in my mind, there are about 5 roadblocks, okay, that any enterprise faces. One is their technical debt. Yes, today you can ask a AI model to create a brand new app. ഒരു 3 മണിക്കൂർ അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ it will create a very, very well tested functional app or whatever you want. But enterprises don't operate that way. അവരുടെ legacy systems ഉണ്ട്, data silos ഉണ്ട്, there is technical debt, there are workarounds and all of that. So our environment, data becomes again very critical. In the yesterday's environment, data produced bad reports, but with agentic AI, bad data produces bad actions, right? So there is the whole technical debt, data debt that the companies have. The third is cybersecurity. Because agentic AI becomes another, vantage point for cyber attacks. The fourth is, in my view, the whole liability question, right? ഒരു AI system, ഒരു action എടുക്കുകയോ, ഒരു decision എടുക്കുകയോ, where does the liability land if the decision is wrong? That still resides with the company. In a traditional world, if they are hiring a services company or a product company to do a job and it fails, then the liability can be passed on. But in an AI agentic world, it's not deterministic, right? Is it the data that you provided that caused the problem? Is it the model inherently caused the problem, or is it the prompt that was wrong? That determination of liability is still a big question, right? So all systems are still human controlled, decisions are still monitored by a human, and that is why this whole explainable AI and all of that is coming into play, right? And then final, but it's also a big question, is the political and geopolitical scenario. And as you know, Fable 5 was all of a sudden taken offline. If I was an enterprise who built my workflow on Fable 5 and all of a sudden the US decides to bring it down, I'll be out of business, at least for a few days or weeks until it comes back. And then this whole data sovereignty comes into play as well. US passed a Cloud Act, which essentially says that the American government can force all cloud providers to give access to their data, right? So then naturally companies in Europe and others are looking to safeguard from that exposure. Europe recently passed a Europe Technological Sovereignty Package I think last month or the month before, to address this particular issue. So I think there are several headwinds that enterprises have to overcome before they can adopt AI fully. Yes, there are pockets of efficiency that is gained through a lot of these apps and tools that is being created on top of OpenAI and Anthropic and others, right? So that will continue to happen, but that's not going to significantly move the needle. That's clear, sir. Suraj sir, capital market perspective നോക്കുകയാണെങ്കിൽ ഒരു AI യൂസ് ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ജെൻ AI കമ്പനി എന്നൊരു ടാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റീസെൻ്റ്ലി കാണുന്നത് ആ ഒരു കമ്പനിയുടെ വാല്യുവേഷൻസ് ഇസ് ഗോയിങ് ഓഫ് ദ ചാർട്ട്സ്. ആ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസൊക്കെ വളരെ വലിയ രീതിയിലൊരു മൂവ്മെൻറ്റ് ലഭിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഫിനോമിനൻ എന്നുള്ളത്. ലാസ്റ്റ് ഒരു 1.5 years ആയിട്ടാണ്. ദാറ്റ്സ് ദ ഗ്ലോബൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഫിനോമിനൻ. സോ ഓൾമോസ്റ്റ് ഒരു ഇൻവെസ്റ്റേഴ്സ് ഒരു AI എന്നൊരു ടേം കേൾക്കുമ്പോൾ തന്നെ ഇറാഷണലായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് ഒരു ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവിൽ തോന്നുന്നുണ്ടോ? ആൻഡ് ഒരു മാർക്കറ്റ് അതിൻ്റെ ഒരു കറക്ഷൻ, അതിൻ്റെ ഒരു ഓവർ ദ കോഴ്സ് ഓഫ് ടൈം മാർക്കറ്റ് തന്നെ അതിൻ്റെ ഒരു സെൽഫ് കറക്ഷൻ, ആ ഒരു സെൽഫ് കറക്ഷനിലേക്ക് കടക്കും എന്ന് തോന്നുന്നുണ്ടോ? AI ഒരു ഹോട്ട് പിക്ക് വേർഡായിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? തോമസ്, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതാണ്ട് 2020 $90 billion ആണ് എല്ലാ ഹൈപ്പർ സ്കെയിലേഴ്സും കൂടെ ഇൻവെസ്റ്റ് ചെയ്തത്. That is the capital expenditure. That has grown 8 times right now. $750 billion ആണ് ഇപ്പോൾ CapEx വരുന്നത്. എന്നാൽ ഈ ഹൈപ്പർ സ്കെയിലേഴ്സിൻ്റെ റിട്ടേൺ
ആക്ച്വലി $100 ബില്യൺ താഴെയാണ്. സോ എന്തൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഒരു 10% ജനറേറ്റ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് $650 ബില്യൺ ആനുവൽ റവന്യൂ എങ്കിലും ഉണ്ടാവണം. സോ ദാറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് എന്നുള്ളത് വളരെ ക്ലിയറാണ്. രണ്ടാമത് ഈ ഹൈപ്പർ സ്കെയിലേഴ്സ് ഈ ഡേറ്റാ സെൻറ്റേഴ്സിൻ്റെ അക്കൗണ്ടിങ് ആണ്. ഒരു ഡേറ്റാ സെൻറ്റർ പുട്ടപ്പ് ചെയ്യാൻ മേ ബി അറൌണ്ട് 30 ബില്യൺ വരുന്നു എന്ന് വിചാരിക്കുക. സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിന് ഡിപ്രീസിയേഷൻ 3 ഇയേഴ്സിലാണെങ്കിൽ 10 ബില്യൺ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ എക്സ്പെൻസ് കാണിക്കുന്നത്. ബട്ട് ഇവിടെ നടക്കുന്ന അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ദേ ആർ എക്സ്റ്റെൻഡിങ് ദ ഡിപ്രീസിയേഷൻ ടൈം പീരീഡ് ഫ്രം 3 ഇയേഴ്സ് ടു 5 to 6 ഇയേഴ്സ്. അതായത് ദേ ആർ അണ്ടർ സ്റ്റേറ്റിംഗ് എക്സ്പെൻസസ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ക്യാഷ് ഫ്ലോയിൽ വലിയ പ്രോബ്ലം വരുന്നുണ്ട്. ഈവൻ നേരത്തെ അനൂപ് പറഞ്ഞ പോലെ AI ഈസ് എ 5 layer കേക്ക്. ലോവർ ലെവലിൽ പവർ ആൻഡ് എനർജിയാണ്. ഇറ്റ് ഈസ് എ വെരി തിൻ മാർജിൻ ബിസിനസ്. ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളതാണ്. അതിൻ്റെ മുകളിൽ വരുന്നത് ഏതാ, സെമി കണ്ടക്ടർ ചിപ്സ്. അവിടെ കൂടുതലും NVIDIA അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മെമ്മറി ചിപ്സ് ഉണ്ടാക്കുന്ന SK ഹൈനിക്സ്, സാംസങ്, മൈക്രോൺ പോലുള്ള കമ്പനികൾ. അതിൻ്റെ മുകളിലുള്ള ക്ലൗഡ് കമ്പനീസിലെ ഹൈപ്പർ സ്കെയിലേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അവിടെ വേണ്ട രീതിയിലുള്ള റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റോ ക്യാഷ് ഫ്ലോയോ അവിടെ വരുന്നില്ല എന്നുള്ള. ദെൻ ഏറ്റവും മോശമായി കിടക്കുന്നത് അതിൻ്റെ മുകളിൽ കിടക്കുന്ന 4th ലെയർ ആയിട്ടുള്ള ഫങ്ഷണൽ. അവിടെയാണല്ലോ ഈ പറയുന്ന ചാറ്റ് GPT അല്ലെങ്കിൽ ജെമൈനി പോലെയുള്ള നമ്മുടെ ആന്ത്രോപിക് പോലെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെയും ക്യാഷ് ഫ്ലോ വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ള. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ആണ് ആപ്ലിക്കേഷൻ. ദാറ്റ് ഇസ് വെയർ ഇന്ത്യൻ കമ്പനീസ് പെർഫോംസ് എന്നുള്ള കാര്യവും നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ കുറെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ക്യാഷ് ഫ്ലോ വരുന്നില്ല എന്നുള്ള. അത് മാത്രമല്ല, നമ്മളിപ്പോ മേജർ ഹൈപ്പർ സ്കെയിലേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരാരും ഡേറ്റാ സെന്റേഴ്സിന് വേണ്ടി ഫണ്ട് ചെയ്യുന്നില്ല. ഫണ്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് പ്രൈവറ്റ് ഇക്വിറ്റിയാണ്. പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാരണ്ടി കൊടുക്കുന്നത് ഈ ഹൈപ്പർ സ്കെയിലേഴ്സ് ആണ്. ഇപ്പൊ മെറ്റയൊക്കെ ഇടുന്ന ഡേറ്റാ സെന്റർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേറെ കമ്പനികളാണ് എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാവുന്നത്. അവരെങ്ങനെയാണ് അത് ചെയ്യുന്നത്? അവര് ബോണ്ട് മാർക്കറ്റിൽ നിന്ന് ആൾക്കാരെ നിന്ന് പൈസ റേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതിൽ എവിടെയെങ്കിലും റിട്ടേൺ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഇതുവരെ നമുക്ക് കിട്ടിയില്ല. കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരു സർക്കുലർ ഫണ്ടിങ് പോലെയാണ് വരുന്നത്. ഇപ്പോ മെറ്റ, ശരിക്കും പറഞ്ഞാൽ മെറ്റ ഫണ്ടിങ്ങിന് ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നു, സോഫ്റ്റ് ബാങ്ക് ഫണ്ട് ചെയ്യുന്നു, ഡേറ്റാ സെന്റർ വരുന്നു, ആ ഡേറ്റാ സെന്ററിലെ ക്ലൗഡ് ഓപ്പൺ AI യൂസ് ചെയ്യുന്നു, ആ ഓപ്പൺ AI എന്ത് ചെയ്യുന്നു, ചിപ്സ് NVIDIAയുടെ നിന്ന് മേടിക്കുന്നു. അപ്പൊ NVIDIA ഗ്യാരണ്ടി കൊടുക്കുന്നു, അത് കഴിഞ്ഞ് സോഫ്റ്റ് ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഓപ്പൺ AI അത് ലീസിന് എടുക്കുന്നു. ലീസിന് എടുത്തത് NVIDIAയുടെ ചിപ്സ് യൂസ് ചെയ്ത് പോകുമ്പോൾ ഒരു സർക്കുലർ ഫീലിംഗ് അതിനകത്ത് വരിക എന്നുള്ളതും ഈ പറഞ്ഞ പോലെ ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ ക്ലാരിറ്റി വരുന്നില്ല. അപ്പൊ ക്യാഷ് ഫ്ലോന്റെ കാര്യത്തിലായാലും ശരി, മാർജിന്റെ കാര്യത്തിലായാലും ശരി, ഇത് വളരെ രീതിയിലാണ്, വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ എവിടെയെങ്കിലും വെച്ച് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അല്ലെങ്കിൽ ബോണ്ട് ഈൽഡ് ഹൈ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെയിൻ എവിടെ വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ചീപ്പർ AI മോഡൽസ് വരികയാണെങ്കിൽ, നമുക്കറിയാലോ കഴിഞ്ഞ കൊല്ലം ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു മോഡൽ വന്ന് വലിയൊരു ഡിസ്റപ്ഷൻ ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായെന്ന കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന എന്താ, ചൈനീസ് കമ്പനിയായ CXMT ഏതാണ്ട് ഹൈ ബാൻഡ് വിത്ത് മെമ്മറീസ് ഉണ്ടാക്കുന്നതിന്റെ അന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ SK ഹൈനിക്സും സാംസങ്ങും മൈക്രോണും എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് അറിയാം. നമുക്കിപ്പോ അടുത്ത കാലത്ത് വന്ന ഇൻഫർമേഷൻ എന്താ, ASML ഉണ്ടാക്കുന്ന ആ എക്സ്ട്രീം അൾട്രാ വയലറ്റ് ലിത്തോഗ്രഫി മെഷീന്റെ കേസിൽ പോലും ചൈനീസ് ഒരു പുതിയ അല്ലെങ്കിൽ ഒരു ചൈനീസ് ടീം ബാക്ഡ് ബൈ എ സ്റ്റാർട്ടപ്പ് കമ്പനി ആൻഡ് സ്റ്റേറ്റ് വന്നിരിക്കുന്ന ഒരു ഇമേർഷൻ ഡീപ് അൾട്രാ വയലറ്റ് ലിത്തോഗ്രഫി മെഷീൻ ഈസ് ഡിസ്റപ്റ്റിംഗ് ദാറ്റ് സിസ്റ്റം. അപ്പൊ ഇത്രയും പ്രോഡക്ട്സ് ചീപ്പായിട്ട് വരുമ്പോ ഇത്രയും ഹൈ ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്ട് $750 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്ത ഹൈപ്പർ സ്കെയിലേഴ്സിന് എങ്ങനെ റിട്ടേൺ കിട്ടുന്ന? ടെക്നോളജി ഈസ് ഗെറ്റിംഗ് ചീപ്പർ, ദാറ്റ് ഐ അഗ്രി, ബട്ട് ഇറ്റ് ഈസ് വിത്ത് ദ ചൈനീസ് ഫേംസ്. ഈ ചൈനീസ് ഫേംസിന് സാങ്ഷൻ ഉള്ളിടത്തോളം കാലം ഈ ചീപ്പ് റേറ്റിലുള്ള സാധനങ്ങൾ ഈ AI വാല്യൂ ചെയിനിലേക്ക് വരുമോ എന്നുള്ള കാര്യം ഇപ്പോഴും അറിയില്ല. You have a lot of restrictions and restrictions on Chinese companies, lot of sanctions on Chinese companies. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ I don't know whether the countries will use DeepSeek instead of maybe a Anthropic product. എനിക്ക് അറിയില്ല. ഈ പറഞ്ഞ പോലെ ബാൻഡ് വിത്ത് മെമ്മറീസ് സാംസങ്ങിന്റെ SK ഹൈനിക്സിന്റെ മൈക്രോന്റെ മാറ്റിയിട്ട് CXMTയുടെ യൂസ് ചെയ്യോ എനിക്ക് ഒന്നും പിടിയില്ല. ASMLന്റെ മെഷീനെ മാറ്റി ഈ പറഞ്ഞ പോലെ ഇമേർഷൻ ഡീപ്പ് അൾട്രാ വയലറ്റ് മെഷീൻ ചൈനീസ് കമ്പനികൾ ഉണ്ടാക്കിയത് യൂസ് ചെയ്യുമെന്നൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. അപ്പൊ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള കൺട്രീസ് എന്നുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തിടത്തോളം കാലം
എങ്ങനെയാണ് ഇതിന്റെ കോസ്റ്റ് താഴേക്ക് പോകുന്നതെന്ന് അറിയില്ല. ബട്ട് ഒരു സേവിങ് ഗ്രേസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന ഓപ്പൺ എയുടെ ഒരു ഡെവലപ്മെന്റ് ആണ്. അവരുണ്ടാക്കിയിരിക്കുന്ന കുറച്ച് ടൂൾസ് നമുക്കറിയാലോ, സോൾ, കോഡെക്സ് എന്നൊക്കെ പറയുന്ന ആ മോഡൽസ് തീർച്ചയായിട്ടും വളരെ എഫിഷ്യന്റ് ആണെന്ന് നമ്മൾ കേൾക്കുന്നു. അത് മാത്രമല്ല അവരുടെ യാലപ്പിനോ എന്ന് പറയുന്ന ചിപ്പും മേ ബി കാര്യങ്ങളുടെ കോസ്റ്റ് ഭയങ്കരമായിട്ട് താഴെ കൊണ്ടുവരുന്നു എന്നുള്ള മനസ്സിലാവുന്നു. അപ്പൊ ഇതിൽ നിന്നും എനിക്കൊരു ഔട്ട്കം തോന്നുന്നു വെച്ചാൽ മേ നോട്ട് ബി എവറി വൺ ഇൻ ദ വാല്യൂ ചെയിൻ. നമ്മൾ പറഞ്ഞല്ലോ ഓരോ സ്റ്റാക്കിലും ഇപ്പൊ പവർ ആൻഡ് എനർജി, അതിന്റെ മുകളിൽ ചിപ്സ്, അതിന്റെ മുകളിൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ മുകളിൽ മോഡൽസ്, അതിന്റെ മുകളിൽ നമ്മൾ പറയുന്ന പോലെ ആപ്ലിക്കേഷൻ ലെയർ, ഈ ഓരോ ലെയറിലും എല്ലാവരും നന്നായിട്ട് പുറത്തു വരണമെന്നില്ല. എല്ലാ .com ബബിൾ പോലെയും അല്ലെങ്കിൽ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് പോലെ അല്ലെങ്കിൽ റെയിൽ റോഡ് ക്രൈസിസ് പോലെ ടെലികോം ക്രൈസിസ് പോലെ someone will emerge winner but someone will lose the money for sure എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ക്ലിയർ ആണ് സൂരജ് സാർ. അനൂപ് സാർ, ഇപ്പോൾ സൂരജ് സാർ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞത് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഈ AI പ്ലേയിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കാൻ ഒരു ചാൻസ് ഉള്ളത് ആപ്ലിക്കേഷൻ ലെവലിലാണ്. അപ്പോൾ സ്പെസിഫിക്കലി സ്റ്റാർട്ടപ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് ലെവലിൽ എങ്ങനെയായിരിക്കും സ്പെസിഫിക്കലി ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റാർട്ടപ്സിനെ ഒരു പെർഫോം ചെയ്യാൻ സാധിക്കുക, ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ജോബ് സെക്യൂരിറ്റിയെ എങ്ങനെയായിരിക്കും ഈ ഒരു AI ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ടപ്പ് വേൾഡിൽ ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്? ആ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് അവിടെ രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്ന്, ഈ ഓപ്പൺ AI പോലെയുള്ള കമ്പനീസ് തന്നെ അവർ ഇൻഫോസിസിൻ്റെ കൂടെയും UST അല്ലെങ്കിൽ മറ്റുള്ള ലാർജർ സർവീസസ് കമ്പനികളുടെ കൂടി വർക്ക് ചെയ്യുമ്പോൾ ആ ഡേറ്റ മൊത്തം അവർക്ക് കിട്ടുന്ന രീതിയിലാണ് ദേ വോണ്ട് ടു ക്രിയേറ്റ് ദെയർ ഓൺ സർവീസസ് ഓർഗനൈസേഷൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു 4-5 വലിയ കമ്പനികൾ മൊത്തം സോഫ്റ്റ്വെയർ സർവീസസ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഈ ഫ്രണ്ടിയർ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ഹൈപ്പർ സ്കെയിലർ കമ്പനീസിൻ്റെ കയ്യിൽ നിന്നുണ്ടാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അൺടിൽ ദാറ്റ് ഹാപ്പൻസ് നമ്മളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ലെയർ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നേരത്തെ ഒരു 1-2 മാസം അല്ലെങ്കിൽ ഒരു 12 മാസം അല്ലെങ്കിൽ 24 മാസം എടുത്തിരുന്ന പല പ്രോജക്റ്റുകളും ഇപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് വിത്തിൻ എ വീക്ക് മന്ത് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദി എമൗണ്ട് ഓഫ് ടാലൻറ്റ്സ് ദാറ്റ് വിൽ ബി റിക്വയർഡ് ടു കൈൻഡ് ഓഫ് സപ്ലിമെൻറ്റ് ദ കറണ്ട് ഡിമാൻഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കുറയും. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഒരു 50% പേരെങ്കിലും ഒബ്സൊലീറ്റ് ആയി പോകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് സർവീസസ് ഇൻഡസ്ട്രിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം സംബഡി പോയിന്റഡ് ഔട്ട് എ വെരി ഇൻട്രസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ടു മീ. അതായത് ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകളും പ്രധാനപ്പെട്ട ഓഹരി വിപണികളും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും എല്ലാം റൺ ചെയ്യുന്നത് ഈ ലെഗസി മെയിൻ ഫ്രെയിം സിസ്റ്റംസിലാണ്. അപ്പോൾ ആ ലെഗസി സിസ്റ്റംസിനെ നമ്മൾ തൊടാതിരിക്കുന്നത് പലപ്പോഴും അതിലുള്ള ഒരു വലിയ ചേഞ്ച് മാനേജ്മെൻറ്റ് പ്രോബ്ലം, അതിനുണ്ടാകുന്ന ഭയങ്കരമായ ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്ലോയ്മെൻറ്റ് എക്സെട്ര, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, ഒരുപാട് ചിലവുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഈ ലെഗസി സിസ്റ്റംസിനെ ഇപ്പോഴും ആരും തൊടാതെ വെച്ചിരിക്കുന്നത്. Somebody was telling me from the valley that this might actually become an opportunity for the largest companies of the world to revisit their legacy systems. ഇപ്പോൾ ഉള്ള ലെഗസി സിസ്റ്റംസിനെ മൊത്തം നമ്മൾ പണ്ട് Y2K എന്ന് പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റി വന്നല്ലോ, ഒരുപാട് ആൾക്കാർ സോഫ്റ്റ്വെയറിലേക്ക് കടക്കാൻ തന്നെ to the new generation systems or stacks could possibly happen during this period എന്നുള്ളൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തോട്ട് വാലിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നോട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ഇറ്റ് വിൽ അൺലീഷ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ സർവീസസ് കമ്പനീസ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വെബ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് പകരം വളരെ മിഷൻ ക്രിട്ടിക്കലായിട്ടുള്ള മെയിൻ ഫ്രെയിമുകൾ ആധാരമാക്കി റൺ ചെയ്യുന്ന കോബോൾ കോഡുകളുള്ള ആ പഴയ സിസ്റ്റങ്ങളെ എല്ലാം പുതിയ സ്കെയിലബിൾ പ്ലാറ്റ്ഫോംസിലേക്ക്, സ്കെയിലബിൾ ടെക്നിക്കൽ സ്റ്റാക്കിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ചിലപ്പോൾ AI മാറിയേക്കാം. അതാണ് സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ to build and produce a new product will become relatively easy. ഇപ്പം നമുക്ക് നേരത്തെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഒരു 25 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ ഒരു ടീമിന് കൊടുത്താൽ മാത്രമാണ് നമ്മളുടെ
സോഫ്റ്റ്വെയർ ഐഡിയയെ ഒരു പ്രോട്ടോകോൾ അല്ല ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു POC രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയും. ദാറ്റ് വിൽ സിഗ്നിഫിക്കൻ്റ്ലി കം ഡൗൺ. I think a smart set of people who have got domain expertise and AI expertise will be able to produce a new POC within a few weeks, max a month. അപ്പോൾ ആ രീതിയിൽ കൂടുതൽ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനും കൂടുതൽ പ്രോഡക്റ്റുകൾ ഉണ്ടാവാനുമുള്ള സാധ്യത ഈ AI യുഗത്തിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ കൂടുതൽ എവ്രിബഡി വിൽ ഇൻ വൺ ഫോം ഓർ അതർ ബിക്കം ആൻ ഓൺടർപ്രന്യൂർ എന്നുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ ചിലപ്പോൾ മാറിയേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലൂസിഡ് ഫോം ഓഫ് ദി കമ്പനീസ്, അത്തരത്തിലുള്ള ഒരു കമ്പനി സ്ട്രക്ചറുകൾക്ക് തന്നെ ചിലപ്പോൾ കാര്യമായ രൂപവ്യതിയാനങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ക്ലിയർ ആണ് സാർ. രാജ്കുമാർ സാർ, ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന നിലയിൽ ഒരു ഫാസ്റ്റ് ഫോർവേഡിങ് 5 years മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനികളായിരിക്കുമോ, ചിപ്സ് ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനികളായിരിക്കുമോ, അതോ ഈ മോഡൽസ് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ്സസ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കമ്പനികളായിരിക്കുമോ ദ റിയൽ വിന്നേഴ്സ് ഇൻ ദിസ് AI ഗെയിം? ഇറ്റ്സ് എ ഫൈനൽ ക്വസ്റ്റ്യൻ. You can hear me, right? കേൾക്കാം സാർ. See, history repeats itself. നമ്മൾ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട്. There were times when internet was there, there was an over-investment in infrastructure from a telecom perspective, optical fibers, adakettu, and then the bubble burst and it took a long time, but we are still using it. So that infrastructure didn't go to waste. But back then it was over-invested. Adu kazhinja .com era, again the bubble burst, but eventually many companies survived, Amazon being one example. So my view is, അതുപോലത്തെ ഒരു over-investment Leopold situational awareness hedge fund was a spectacular failure. അതുപോലത്തെ കുറച്ച് ഫെയിലിയേഴ്സ് നമ്മൾ കാണും, and that is inevitable. But eventually the value will catch up. I don't have a crystal ball to say അത് 5 വർഷമാണോ 10 വർഷമാണോ എന്ന്, but eventually the winners has to be the enterprises, the companies that touch human life. So enterprises will have to see the economic profit for this to be the meaningful, if you will. ക്ലിയർ ആണ് സാർ. എയുടെ യഥാർത്ഥ നേട്ടം എന്തായിരിക്കുമെന്ന് സമയം തെളിയിക്കും. പക്ഷേ ഈ $1 trillion AI റേസ് ലോക സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. ഈ മാറ്റത്തിൽ ഇന്ത്യയും കേരളവും എങ്ങനെ മുന്നേറുമെന്നത് കണ്ടറിയണം. ഇന്നത്തെ ബിസിനസ് ഡയലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.